ഇതിനു മുമ്പൊരു ഫയലുകൾ വന്നിരുന്നു. അത് വിക്കിലീക്സ് എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. ഏതാണ്ട് ഒരു 10-15 കൊല്ലം മുമ്പ് ലോകത്തെ ഞെട്ടിത്തെറിപ്പിച്ച രേഖകളാണ് വിക്കിലീക്സ് എന്ന പേരിൽ അന്ന് ജൂലിയൻ അസാഞ്ചും സംഘവും പുറത്തു കൊണ്ടുവന്നത്. അമേരിക്കൻ എംബസിയിൽ നിന്നുള്ള അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അയച്ചിരിക്കുന്ന നിരവധി രേഖകൾ, സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ വിവിധ എംബസികളിലേക്ക് അയച്ചിരിക്കുന്ന രേഖകൾ, അതിലൂടെയാണ് അമേരിക്കയുടെ ലോകത്തിൻ്റെ പല സ്ഥലസ്ഥാനങ്ങളും അവരുടെ നടത്തുന്ന ഇടപാടുകൾ, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന രീതികൾ, അതിനുവേണ്ടി കൊടുക്കുന്ന കൈക്കൂലി, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന മാരകായുധങ്ങൾ, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഉണ്ടാസംഘങ്ങൾ, അങ്ങനെയുള്ള അതിവിപുലമായിട്ടുള്ള ഒരു സംവിധാനത്തെക്കുറിച്ച്, ഒരു അധോലോക സംവിധാനത്തെക്കുറിച്ച്, ഈ അധോലോകത്തെ നിയന്ത്രിക്കുന്ന സ്റ്റേറ്റ് സംവിധാനത്തെക്കുറിച്ച്, FBI CIA വളരെ വിശദമായിട്ടുള്ള രേഖകളാണ്. അന്ന് ലോകം ഞെട്ടിത്തെറിച്ചു. പക്ഷെ എന്താ കാര്യം? അവർക്ക് ആർക്കും ഒരു കുഴപ്പമുണ്ടായില്ല. ഇന്ത്യയിൽ ആ രേഖയിൽ പ്രത്യക്ഷപ്പെടുന്ന കഥാപാത്രം പിന്നീട് വളരെ പ്രധാനപ്പെട്ട നേതാവും പിന്നെ രാഷ്ട്രീയ നേതാവുമൊക്കെയുമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലപ്പത്തേക്ക് എത്തി എന്നുള്ളതാണ് മറ്റൊരു സംഗതി. കേരളത്തിൽ നിന്നുള്ള ഒരു MP യഥാർത്ഥത്തിൽ ആ രേഖയിൽ പേര് പറയുന്ന ഒരാളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അമേരിക്കൻ എംബസിയിലെ CIA ചോർത്തിക്കൊടുത്തത് അദ്ദേഹമാണ് എന്ന് ആ രേഖയിൽ കൃത്യമായിട്ട് പേര് വെച്ച് സൂചിപ്പിക്കുന്നുണ്ട്.